ഇങ്ങനെയുള്ള ദുര്യോധനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും പിൽക്കാലത്ത് എങ്ങനെയുണ്ടായി? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു മഹത്വം. കൊച്ചുണ്ണിയുടെ സിദ്ധാന്തം തന്നെയാണ് അവിടെയും വരുന്നത്. ഈ പ്രതിനായകനോടുള്ള ഒരു ആരാധന വരുമല്ലോ. ഇതൊക്കെ പറയുമ്പോഴും ആര് വിചാരിച്ചിട്ടും അയാളെ ഉദ്ദേശിക്കുന്ന ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. പിന്നെ ഭഗവാൻ എന്താ പറയുന്നത്? എവിടെ തേജസ്സിൻ്റെ ആധിക്യം കാണുന്നുവോ അതെല്ലാം മമ തേജോംശ സംഭവ. നന്മയും തിന്മയൊന്നുമില്ല. പിന്നെന്താണ്? നമ്മുടെ സാമൂഹിക ജീവിതത്തിനൊരു ക്രമമില്ലെങ്കിൽ അക്രമങ്ങൾ നടക്കും. ഈ അക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു ക്രമമുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ തിന്മകൾ വരുന്നത്. അപ്പം തിന്മകൾ സനാതനമല്ല. സനാതനമായ നന്മ എന്നൊരു സങ്കല്പമില്ല, സനാതനമായ തിന്മ എന്നൊരു സങ്കല്പവുമില്ല. പിന്നെ എന്തേ ഉള്ളൂ? സനാതനമായ ധർമ്മമാണ്. ഒഴുകുക എന്നത് വെള്ളത്തിൻ്റെ ധർമ്മമാണ്, താഴ്ന്ന തലത്തിലേക്ക്. അതുപോലെയാണ് ഇപ്പോൾ അഗ്നി ഒരാളിൻ്റെ മേത്തേറി പിടിക്കാം, അത് അഗ്നി ചെയ്തൊരു തെറ്റല്ല. അഗ്നിയുടെ ധർമ്മം കത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. സന്ദർഭം കിട്ടിയാൽ വെള്ളം ഒഴുകി വന്നു, ആളുകൾ എന്നത് വിട്ട് ചത്തു, വെള്ളത്തിൻ്റെ പേര് കേസെടുക്കാൻ ഒക്കില്ല. എന്താണ്? വെള്ളത്തിന് നമ്മുടെ തിന്മകൾ ബാധകമല്ല. വെള്ളം നമ്മൾ മരിച്ചാലും ഉണ്ടാകും, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട് വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ധർമ്മമാണത്. താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുക, കത്തിപ്പിടിക്കുക, കത്തുക എന്നതൊരു ക്രിയയാണെങ്കിലും അത് ഗ്രാമീണൻ്റെ ദൃഷ്ടിയിലാണ് ക്രിയയാകുന്നത്, വൈയാകരൻ്റെ ദൃഷ്ടിയിലാണ് അത് ക്രിയയാകുന്നത്. അല്ലാതെ ഫിലോസഫറുടെ ദാർശനികരുടെ ദൃഷ്ടിയിൽ അതൊരു ക്രിയയല്ല, അതൊരു സ്വഭാവത്തിൻ്റെ വെളിപ്പെടലാണ്, ക്രിയാരൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ധർമാധർമ്മ ചിന്ത വേറെ, നന്മതിന്മകൾ വേറെ. ഇത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കും. ധർമ്മത്തിന് പകരം ചേർത്ത് നന്മയെന്ന് പറയും, അധർമ്മത്തിന് പകരം തിന്മയെന്ന് പറയും. തിന്മ ധർമ്മമാകുന്ന സന്ദർഭങ്ങളുണ്ട്. ഒട്ടേറെ സന്ദർഭങ്ങളിൽ തിന്മ ധർമ്മമായിട്ട് വരും, ഒട്ടേറെ സന്ദർഭങ്ങളിൽ നന്മ അധർമ്മമായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കാതെയാണ് മഹാഭാരതത്തിലെ എന്ന് മാത്രമല്ല, കഥാപാത്രങ്ങളുടെ കർമ്മത്തെ മാത്രമല്ല, ലോകത്തിലെ ജനങ്ങളുടെ ജീവിതകർമ്മത്തെ തന്നെ സാധാരണ നിലയിൽ ആളുകൾ മനസ്സിലാക്കുകയും അപഗ്രഥിക്കുകയും അതിൽ നിന്ന് നിഗമനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അതെല്ലാം വളരെ അശാസ്ത്രീയമാണെങ്കിലും അതെല്ലാം അനുവർത്തിച്ചു പോരുന്ന അശാസ്ത്രീയതകളാണ്. അത് മാറ്റാൻ നമുക്ക് സാധ്യമല്ല. കാരണം അജ്ഞത നിയമം കൊണ്ട് മാറ്റാൻ ഒക്കുന്ന ഒന്നല്ല. സ്വന്തം പരിശ്രമം കൊണ്ടും ജന്മസിദ്ധമായ ബുദ്ധിശക്തി കൊണ്ടും മാത്രമേ അജ്ഞതയ്ക്ക് പരിഹാരമുള്ളൂ. അതുകൊണ്ട് കടുത്ത ഇപ്പോൾ മുസോലിനിയും സ്റ്റാലിനും ഹിറ്റ്ലറും മാവോ സേതുങ്ങും എത്രയോ ആളുകളെ പ്രത്യയശാസ്ത്രപരമായും അവരുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വകാര്യമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും കൊന്നൊടുക്കിയിരിക്കുന്നു. ഹിറ്റ്ലർ തന്നെ 6 കോടി ജൂതന്മാരെ കൊന്നിട്ടുണ്ട്. 6 കോടി, 6 ലക്ഷമൊന്നുമല്ല, 6 കോടി, 60 മില്യൺ. എന്ത് ചെയ്തു അദ്ദേഹത്തെ? കൊടിയ തിന്മയാണ്. കൊടിയ തിന്മ സാധൂകരിക്കപ്പെടും. അല്ല, ഈ ദുര്യോധന്റെ അമ്പലമൊക്കെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ മഹാഭാരതത്തെ ഉപജീവിച്ചിട്ടുള്ള പല നോവലുകളിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസിക്കൽ കലകളിൽ തന്നെ നോക്കൂ, കഥകളിയിലും കൂടിയാട്ടത്തിലൊക്കെ എപ്പോഴും നായക സ്ഥാനത്ത് നിൽക്കുന്നത് രാവണനും കീചകനും ദുര്യോധനും ഒക്കെ ആയിരുന്നു. ആടി തകർക്കാം. അതുകൊണ്ടാണ് ദൃശ്യകലയാണ്. രാമൻ അത്ര വലിയ ആട്ടമൊന്നുമില്ല. രാമൻ നിശബ്ദനായിട്ട് നിൽക്കുകയുള്ളൂ. ശാന്തരസമാണ് പലപ്പോഴും ആവിഷ്കരിക്കാനുള്ളത്. ശാന്തരസം ആളുകളെ ആകർഷിക്കില്ല. ശാന്തരസമാണ് പ്രധാന രസം. മഹാഭാരതത്തിലെ അങ്കിരസം ശാന്തരസമാണ്. അപ്പോൾ പ്രധാന രസവും ശാന്തരസമാണ്. പക്ഷേ അതിനെ ശാന്തമായിട്ട് പലരും ശാന്തത്തെ മുഖ്യരസമായിട്ട് പലരും അംഗീകരിക്കുന്നില്ല. കാണാനൊന്നുമില്ല മുഖത്ത്. അതാണ്. പക്ഷേ നല്ല നടൻ്റെ കയ്യിൽ പിന്നെ ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാനും ഏതാണ് പ്രയാസം? ശാന്തത അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളതാണ് പ്രയാസം. അതാണ് യഥാർത്ഥമായ ആത്മഭാവം. ആത്മാവിൻ്റെ യഥാർത്ഥമായ ഭാവം ശാന്തതയാണ്. ശാന്തതയാണ് ആനന്ദം. എന്ന് വെച്ചെന്നാൽ ചിരിക്കാത്ത പ്രസന്നതയാണ്. അഹസിതമായ പ്രസന്നത, നിർഹസിതമായ പ്രസന്നത, ചിരിയില്ലാത്ത സ്ഥിരമായ പ്രസന്നത, അതാണ് ശാന്തത. അതാണ് ആനന്ദത്തിൻ്റെ ലക്ഷണം. ചിരിക്കുന്നത് ആനന്ദത്തിൻ്റെ ലക്ഷണമല്ല. ചിരിക്കുന്നതിൽ എന്ത് വരും? ചിരിക്കുന്നതിൽ സ്വാർത്ഥത വരും, ചിരിക്കുന്നതിൽ ആസ്വാദനം വരും. അപ്പം അനാസ്വാദിതമായ ആനന്ദമാണ് സ്ഥിരമായ പ്രസന്നത. അത് വലിയ അഭിനയിച്ച് കാണിക്കാനൊന്നുമില്ല, പക്ഷെ അഭിനയിക്കാൻ പ്രയാസമാണ് താനും.
മറ്റേത് ഒരുപാട് ബഹളമുണ്ട്, പ്രകടനാത്മകതയാണ്. അപ്പോൾ ഉറങ്ങിയിരിക്കുന്നവരൊക്കെ ഉണർന്നു നോക്കും, എന്താണ് വലിയ വഴി, ചെണ്ടയും അടിച്ച് തകർക്കാം. പാട്ടുകാരനും പാട്ട് കൂവലാക്കി മാറ്റാം, അതുപോലെ അങ്ങോട്ട് പാടി തകർക്കാം. മദ്ദളം അത് കൊട്ടുന്നവൻ്റേതാണ് മദ്ദളമെങ്കിലും അവനത് അടിച്ചു പൊട്ടിക്കാൻ സന്ദർഭം കിട്ടും. ചെണ്ടയും കൊട്ടുന്നവൻ്റെ തന്നെയാണ് ചെണ്ടയെങ്കിലും വാടകയ്ക്ക് വാങ്ങിച്ചതില്ലെങ്കിലും അത് തല്ലിപ്പൊട്ടിക്കാൻ അയാൾക്കും സന്ദർഭം കിട്ടും. അങ്ങനെ രംഗം കൊഴുക്കണമെങ്കിൽ ആര് വേണം? ദുശാസനനോ ദുര്യോധനനോ രാവണനോ ഒക്കെ വേണം. ശ്രീകൃഷ്ണൻ രംഗം കൊഴുപ്പിക്കണമെങ്കിൽ രംഗം കൊഴുപ്പിക്കുക പോലും വിശ്വരൂപ ദർശനത്തിൽ പോലും നാം വിചാരിക്കുന്ന തരത്തിലുള്ള രംഗം കൊഴുപ്പൊന്നുമില്ല. അവിടെ പ്രപഞ്ചത്തെ അങ്ങനെ തന്നെ കാണുകയാണ്. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ഒരിടത്ത് കേന്ദ്രീകരിക്കുകയാണ്. നാനാ സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന പ്രപഞ്ച വസ്തുക്കളെ ഏകത്ര കേന്ദ്രീകരിച്ചതാണ് എന്ത്? വിശ്വരൂപ ദർശനം. വല്ലയിടത്തുമൊക്കെ കിടക്കുന്ന വലിയ ഗർത്തങ്ങൾ, ബ്രഹ്മാണ്ടത്തിലെ ശൂന്യാകാശത്തിലെ മഹാഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോൾ, അതുകൊണ്ടൊന്ന് എവിടെ വെച്ചു? അതുകൊണ്ടൊന്ന് ഭഗവാന്റെ വായിൽ ഫിറ്റ് ചെയ്തു വ്യാസൻ. ഇത് വെറുതെ ശ്വാസം വലിക്കുമ്പോൾ ഈ കാണായ ചെറിയ ചെറിയ പ്രപഞ്ചങ്ങളെല്ലാം കൂടി ഭഗവാന്റെ വായിലേക്ക് ചെന്ന് വീഴുകയാണ്. എന്നിട്ട് ഭഗവാന്റെ പല്ലിൽ ചെന്ന് അട്ടിച്ച് തകർന്ന് ഈ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന പാണ്ഡവന്മാരും കൗരവന്മാരുമൊക്കെ ഭഗവാന്റെ വായിലേക്ക് എവിടെ നിന്നോ വലിച്ചടിപ്പിക്കുന്നത് പോലെ അത്ഭുതകരമായ ശക്തി വന്ന് ചക്രവാതത്തിൻ്റെ ശക്തി പോലെ വലിച്ചടിപ്പിക്കുകയാണ്. അങ്ങനെ ആ വലിവിലൂടെ ഓടിച്ചെന്ന് തലയടിച്ച് തകർന്ന് വീഴുന്ന കൗരവന്മാരെ കാണുകയാണ് അർജുനൻ. എന്തൊരു ഭീകരമായ വർണ്ണനയാണ്! ഒരു മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ഉയരാവുന്നതിൻ്റെ പരമാവധിയിലേക്ക് ഉയർന്നിട്ട് കലാകാരന്മാരെയും കവികളെയും ചിന്തകന്മാരെയും ദാർശനികന്മാരെയും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയെ, പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെ, പ്രപഞ്ചത്തിൻ്റെ അപാരതയെ, പ്രപഞ്ചത്തിൻ്റെ അനന്തതയെ ഏകത്ര കേന്ദ്രീകരിച്ച് ഘനീഭൂതമാക്കി നിർത്തിക്കൊടുത്തിരിക്കുന്നു. ഒരിടത്ത് വെച്ച് ഇതിനെ എല്ലാത്തിനെയും കാണാൻ വേണ്ടി മഹാ അത്ഭുതം.